ഹായ് ഗൈസ്, വെൽക്കം ടു വേവ്സ് ആൻഡ് വണ്ടേഴ്സ്. നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തർക്കും ഓരോ യുണീക്കായിട്ടുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടാവും. എൻ്റെ അമ്മക്കുള്ളൊരു സ്വഭാവ സവിശേഷത ഞാൻ പറയാം. നമ്മൾ ഈ പുറത്തുനിന്ന് എന്തെങ്കിലും ഡ്രസ്സാ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവർ, അത് പോളിത്തീൻ ആവട്ടെ, ക്ലോത്ത് മെറ്റീരിയൽ ആവട്ടെ, അതല്ല പേപ്പർ ബാഗ് ആവട്ടെ, ഒന്നും കൊടുക്കില്ല. അതെല്ലാം കൂട്ടി കൂട്ടി അടുക്കളയിലെ ഷെൽഫിൻ്റെ മേലെ വെക്കും. ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെങ്കിലും ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്നത്. അമ്മക്ക് പറ്റിയ മരുമോളാണ് വന്നത്. അവളും ഇതേപോലെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും കൊടുക്കുകയുമില്ല, പുറത്തുനിന്ന് കിട്ടുന്നതെല്ലാം മേടിച്ച് കൊണ്ടുവരികയും ചെയ്യും. ജർമ്മനിക്ക് പോയാലെങ്കിൽ അവൾക്ക് മാറ്റം ഉണ്ടാവുന്നതായിരുന്നു. വർഷം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് വേർഡിൽ ഗീവ് അവേ എന്നാണ്. അങ്ങനെ ഗീവ് അവേ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ അവളുടെ ഒരു ഏറ്റവും വലിയ സന്തോഷം. അതിന് ഞാൻ ആക്രി പറക്കാൻ പോയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കളിയാക്കുന്നുണ്ടെങ്കിലും അവളുടെ സന്തോഷമല്ലേ എന്ന് കരുതി ഞാനതങ്ങ് വിട്ട് കളയുന്നതാണ്. എല്ലാവർക്കും കിട്ടൂലല്ലോ ഇങ്ങനൊരു ഭാഗ്യം എന്ന് പറയുന്ന പോലെ. അവൾക്ക് ഈ ഫർഷങ്ങിൻ്റെ ഗീവ് അവേ സ്പേസ് ജസ്റ്റ് അവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അവിടെ നിന്ന് അവൾ ഇതിനോടകം തന്നെ ഒരു 2 ബെഡ്, 2 അല്ല 3 ബെഡ്, ഒരു എന്താ പറയുക ഐക്കിയയുടെ ചെറിയ ടോയ് ക്യാബിനറ്റൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ വെച്ച് അവളത് വെച്ചൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമിൽ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, നല്ല വാല്യൂ ആയിട്ടുള്ള ഒരു ക്ലോത്ത് പെയിൻറ്റിങ്സ് കിട്ടണതെല്ലാം വാരിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഭാര്യ. നമുക്ക് വീട് പണിയുന്ന സമയത്ത് ഇതെല്ലാം കാശ് കൊടുത്ത് മേടിക്കേണ്ടല്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴേ സേവിങ്സ്. സൈനിങ് ഓഫ് ഫ്രം വെബ്സ് ആൻഡ് വണ്ടേഴ്സ്.